വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് സിലബസിലെ 4ാം ക്ലാസ്സിലെ യൂണിറ്റ് 2 പേപ്പർ ബോർഡ്സ് എന്ന ലെസനാണ്. നമുക്ക് ആ ലെസൺ ഒന്ന് പഠിക്കാം അല്ലേ. ഈ പാഠം തുടങ്ങുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു മനോഹരമായ ചിത്രമാണ്, ഒരു ഗ്രാമത്തിൻ്റെ ചിത്രമാണ് അല്ലേ. ഒരു പെൺകുട്ടി കടലാസ് കൊണ്ടുണ്ടാക്കിയ കുറേ ബോട്ടുകളുമായിട്ട്, കുറേ പേപ്പർ ബോട്ടുകളുമായിട്ട് ആ അരുവിയുടെ തീരത്ത് വന്നിരിക്കുകയാണ്. എന്തിനാണ് തുടങ്ങിയിരിക്കുന്നത്? അവൾ ഓരോ കപ്പലും വെള്ളത്തിലേക്ക് ലോഞ്ച് ചെയ്യുകയാണ്. എന്താണ് ഈ ലോഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ, കപ്പൽ ആദ്യമായിട്ട് നീറ്റിലിറക്കുന്നതിനെയാണ് അല്ലെ ജലത്തിലിറക്കുന്നതിനെയാണ് ലോഞ്ചിങ് എന്ന് പറയുന്നത്. കപ്പൽ മാത്രമല്ല, വലിയ വള്ളങ്ങളൊക്കെ, കളിവള്ളങ്ങളൊക്കെ നീറ്റിലിറക്കുന്നത് വലിയ ആർഭാടത്തോടെയാണ്. അപ്പോഴും നമ്മൾ പറയുന്നത് ബോട്ട് ഈസ് ലോഞ്ചിങ് എന്നാണ്. ബോട്ട് ആദ്യമായി നീറ്റിലിറക്കുന്നു എന്നാണ്. നമുക്ക് ആ പെൺകുട്ടിയെ ഒന്ന് നോക്കാം. അവൾ അരുവിയുടെ തീരത്താണ് ഇരിക്കുന്നത്. ഷീ ഈസ് സിറ്റിംഗ് അറ്റ് ദി ബാങ്ക് ഓഫ് ദി സ്ട്രീം. അകലെ നിന്നൊരു ആൺകുട്ടി നടന്നു വരുന്നുണ്ടല്ലേ. എ ബോയ് ഈസ് വാക്കിംഗ് ടുവേഴ്സ് ഹെയർ. അവളുടെ നേരെ നടന്നു വരുന്നുണ്ട്. അപ്പം നമുക്കിനി എന്താ നടക്കുന്നതെന്നൊന്ന് നോക്കാം. ഡൗൺ ദ സ്ട്രീം അന്ന ജെൻലി വാക്ക്ഡ് ടുവേഴ്സ് ദ സ്ട്രീം ഓഫ് മഡി റെയിൻ വാട്ടർ. അന്ന സാവധാനം നടന്നു. ഷീ ജെൻലി വാക്ക്ഡ്. അവൾ സാവധാനം നടന്നു. എങ്ങോട്ടാ? ടുവേഴ്സ് ദ സ്ട്രീം ഓഫ് മഡി റെയിൻ വാട്ടർ. മഡി റെയിൻ വാട്ടറിൻ്റെ അരുവിയിലേക്ക്. എന്താ ഈ മഡി റെയിൻ വാട്ടർ? മഴ പെയ്തിട്ട് കുത്തി ഒഴുകി ചെളിയുമൊക്കെ ആയിട്ടും വെള്ളം അങ്ങനെ കലങ്ങി ഒഴുകി വരികയാണ്. അങ്ങോട്ടേക്ക് അവൾ നടന്നു ചെന്ന്. ഷി ബെൻഡ് എ ലിറ്റിൽ. അവൾ അല്പം ഒന്ന് കുനിഞ്ഞു. ഷി ബെൻഡ്, അവൾ കുനിഞ്ഞു. എ ലിറ്റിൽ, അല്പം. ഷി ബെൻഡ് എ ലിറ്റിൽ, അവൾ അല്പം ഒന്ന് കുനിഞ്ഞു. ആൻഡ് ലോഞ്ച് എ പേപ്പർ ബോട്ട്. എന്നിട്ടോ ആ പേപ്പർ ബോട്ട് ഒരെണ്ണം എടുത്തിട്ട് അവൾ ലോഞ്ച് ചെയ്തു. ഷീ ബെൻഡ് എ ലിറ്റിൽ ആൻഡ് ലോഞ്ച് എ പേപ്പർ ബോട്ട്. അവൾ അല്പം ഒന്ന് കുനിഞ്ഞു, ഒരു പേപ്പർ ബോട്ട് ലോഞ്ച് ചെയ്തു. ഇറ്റ് സെയിൽഡ് ഡൗൺ. അത് താഴേക്ക് ഒഴുകി. സെയിൽഡ് ഡൗൺ. സെയിൽഡ് ഡൗൺ എന്നാണ് പറഞ്ഞത്. താഴേക്ക് ഒഴുകുകയാണ്. ദ സ്ട്രീം, ഇതിലൂടെയാണ് ഇറ്റ് സെയിൽഡ് ഡൗൺ ദ സ്ട്രീം. അത് അരുവിയിലൂടെ താഴേക്ക് ഒഴുകി. എങ്ങനെ ഒഴുകിയത്? സ്വിഫ്റ്റ്ലി, വളരെ വേഗത്തിൽ. ആൻഡ് പ്രൗഡ്ലി, വേഗത്തിൽ മാത്രമാണോ? അല്ല, പ്രൗഡ്ലിയും കൂടി, അഭിമാനത്തോടെ ഒഴുകിയതല്ലേ. ഇറ്റ് സെയിൽഡ് ഡൗൺ സ്വിഫ്റ്റ്ലി ആൻഡ് പ്രൗഡ്ലി. അത് അരുവിയിലൂടെ താഴേക്ക് ഒഴുകി, വളരെ വേഗത്തിലും അഭിമാനത്തോടു കൂടി ഒഴുകിയത്. ഷീ വെൻറ്റ് ഓൺ പ്ലേസിങ് എ നമ്പർ ഓഫ് ബോട്ട്സ് ഇൻ ദ സ്ട്രീം. ഷീ വെൻറ്റ് ഓൺ, അവൾ തുടർന്നു. എന്താ തുടർന്നത്? പ്ലേസിങ് എ നമ്പർ ഓഫ് പേപ്പർ ബോട്ട്സ്. കുറേ പേപ്പർ ബോട്ടുകൾ ഇങ്ങനെ ഇട്ടു വെള്ളത്തിലേക്ക് അല്ലേ. വെള്ളത്തിലേക്ക് ഇടുക, അല്ല നീറ്റിലിറക്കുകയല്ലേ ചെയ്തതല്ലേ. എ നമ്പർ ഓഫ് പേപ്പർ ബോട്ട്സ് ഇൻ ദ സ്ട്രീം. എവിടെയാണ്? ആ അരുവിയിൽ. അവൾ എന്ത് ചെയ്തു? ഷീ വെൻറ്റ് ഓൺ പ്ലേസിങ് എ നമ്പർ ഓഫ് പേപ്പർ ബോട്ട്സ് ഇൻ ദ സ്ട്രീം. സ്ട്രീമിലേക്ക് കുറേ പേപ്പർ ബോട്ടുകൾ അങ്ങനെ ലോഞ്ച് ചെയ്തു. ഷീ വാസ് ഡിലൈറ്റഡ്. അവൾക്കങ്ങ് സന്തോഷമായി അല്ലേ. ഷീ വാസ് ഡിലൈറ്റഡ്, അവൾക്ക് സന്തോഷമായിരുന്നു. സഡൻലി, പെട്ടെന്ന്. സംതിങ് ഹൊറിബിൾ ഹാപ്പൻഡ്. എന്തോ ഭയാനകമായത് സംഭവിച്ചു. എന്താ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ഹൊറിബിൾ മീൻസ് ഭയാനകം. എന്തോ ഭയാനകമായത് സംഭവിച്ചു. എന്താ ഹൊറിബിൾ എന്ന് പറഞ്ഞാൽ? ഹൊറിബിൾ മീൻസ് ഭയാനകം. ഹൊറിബിളിന് വേറെ വാക്കുണ്ടോ? നമുക്ക് ഓഫുൾ എന്ന് പറയാം. ഓഫുൾ, AWFUL, ഓഫുൾ. പിന്നെയോ ഡ്രെഡ്ഫുൾ എന്നും പറയാം. അപ്പോൾ ഹൊറിബിൾ മീൻസ് ഭയാനകം. വേറെ വാക്ക് പറയാവുന്നത് ഡ്രെഡ്ഫുൾ, ഓഫുൾ എന്നൊക്കെയാണ്. അങ്ങനെ ഓഫുള്ളായിട്ട് എന്തോ സംഭവിച്ചു. വാട്ട് കുഡ് ബി ദ ഹൊറിബിൾ തിങ്? എന്തായിരിക്കാം ആ ഭയങ്കര കാര്യം സംഭവിച്ചത്? അതെ, അറിയണമെങ്കിൽ നമ്മൾക്ക് അടുത്ത പേജിലേക്ക് പോകണം. അതിനു മുമ്പായി ചില അർത്ഥങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കണ്ടേ. എന്താണ് ഈ ജെൻലി? ജെൻലി മീൻസ് മൈൽഡ് ഓർ കൈൻഡ്, നോട്ട് റഫ് എന്ന് വേണം പറയാം. ജെൻലി മീൻസ് വളരെ മൃദുവായി, സാവധാനം എന്നൊക്കെയാണ് അർത്ഥം. നോട്ട് റഫ്. പിന്നെ വേറൊരു വാക്കെന്താണ്? ജെൻലി മീൻസ് അമിയബിൾ, ഗുഡ് ടെമ്പേർഡ്, കൈൻഡ്ലി എന്നൊക്കെ പറയാം. ജെൻലി മീൻസ് കൈൻഡ്ലി. Gently means amiable. Gently means good tempered. Then comes stream. What is a stream? സ്ട്രീം എന്ന് പറയുന്നത് അരുവിയാണ്.
എ നാരോ റിവർ. വേറൊരു പേര് ബ്രൂക്ക് എന്നാണ്. ബ്രൂക്ക്, അരുവിയുടെ വേറൊരു പേര് ബ്രൂക്ക് എന്നാണ്. മഡി മീൻസ് ഫുൾ ഓഫ് മഡ്, ഓർ സോയിൽഡ് എന്ന് വേണേൽ പറയാം, ഓർ സോയിൽഡ്. ഹൊറിബിൾ എന്നാൽ എന്താണ്? ഭയാനകം. ഹൊറിബിൾ മീൻസ് ഭയാനകം. അതിന് വേറൊരു വാക്കെന്താണ്? ഓഫുൾ എന്ന് വേണേൽ പറയാം. ഓഫുൾ. ഓഫുൾ മീൻസ് ഭയാനകം. പിന്നെയോ ഡ്രഡ്ഫുൾ എന്നും ടെറിബിൾ എന്നും ഒക്കെ പറയാം കേട്ടോ. നമുക്കിനി അടുത്ത പേജിലേക്ക് പോകാം. ആൻ ആംഗ്രി ഗേൾ, ഒരു ദേഷ്യപ്പെട്ട പെൺകുട്ടി. അതെൻ്റെ ഹെഡിങ് ആണ് കേട്ടോ. എ ഫാറ്റ് ബോയ് പൗൺസ്ഡ് ഓൺ ഹെയർ ബോട്ട്സ് ആൻഡ് പുൾഡ് ഇറ്റ്. എ ഫാറ്റ് ബോയ്, ഒരു തടിയനായ കുട്ടി. ആ ആൺകുട്ടിയുടെ പടം കണ്ടോ? അതിൻ്റെ അത് കാണുന്നില്ലേ? ആ ആൺകുട്ടി പൗൺസ്ഡ് ഓൺ വൺ ഓഫ് ഹെർ ബോട്ട്സ്, അവളുടെ ഒരു ബോട്ടിന് മുകളിലേക്ക് ചാടി വീണു. പൗൺസ് മീൻസ് ജംഡ് അപ്പോൺ, ചാടി വീഴുക എന്നാ. ജംഡ് അപ്പോൺ ഓർ ജംഡ് ഓൺ, അറ്റാക്ക് എന്ന് അർത്ഥമുണ്ട്. ഹീ പൗൺസ്ഡ് ഓൺ വൺ ഓഫ് ഹെയർ ബോട്ട്സ്, അവളുടെ ഒരു ബോട്ടിന് മുകളിലേക്ക് ചാടി വീണു. ആൻഡ് പുൾഡ് ഇറ്റ്, അതിനെ പിടിച്ച് വലിച്ചു. ഹീ ടേൺഡ് ദ ബോട്ട് അപ്സൈഡ് ഡൗൺ, അവൻ എന്ത് ചെയ്തു? ഈ ബോട്ടിനെ മറിച്ചു. ടേൺ ദ ബോട്ട് അപ്സൈഡ് ഡൗൺ, മുകളിൽ വശം താഴെയാക്കി മറിച്ചു, തലകീഴായി മറിച്ചു എന്നാ. അന്നെ എന്ത് ചെയ്തു എന്ന് നോക്കാം നമുക്ക്. അന്ന സ്റ്റേഡ് അറ്റ് ദ ബോയ്, അന്നെ ആ ആൺകുട്ടിയെ തുറിച്ച് നോക്കി. സ്റ്റേഡ് മീൻസ് തുറിച്ച് നോക്കുക. ഗ്ലെയർ എന്നും പിയർ എന്നും ഒക്കെ പറയാം. സ്റ്റേഡ് മീൻസ് ഗ്ലെയർഡ്, GLARED, ഗ്ലെയർഡ് അറ്റ് ദ ബോയ്. ഹി വാസ് ഫാറ്റ് ആൻഡ് ഡേർട്ടി, അവൻ നല്ല തടിയനാണ്. ആൻഡ് ഡേർട്ടി, ഡേർട്ടി എന്ന് വെച്ചാൽ ആളെ ഡേർട്ടിയാണ്, ദേഹത്തൊക്കെ അഴുക്കൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഡേർട്ടി എന്ന് പറഞ്ഞത്. ഹി വാസ് ഫാറ്റ് ആൻഡ് ഡേർട്ടി, ഈ പുഴയിലെ ചെളിയൊക്കെ ആയിരിക്കും മേത്ത്. ഹീ ഡിഡ് നോട്ട് മൈൻഡ് അന്നാസ് ആംഗ്രി ഫേസ്, അവനത് കണക്കാക്കിയില്ല. ഹി ഡിഡ് നോട്ട് മൈൻഡ്, അവനെ ശ്രദ്ധിച്ചതേയില്ല. അന്നാസ് ആംഗ്രി ഫേസ്, അന്നയുടെ ദേഷ്യം വന്ന മുഖത്തെ അവൻ ഗൗനിച്ചതേയില്ല, അവൻ്റെ ശ്രദ്ധിച്ചതേയില്ല. അപ്പം അന്ന എന്താ ചെയ്തത്? അന്ന റാൻ ഹോം, അന്ന വീട്ടിലേക്ക് ഓടിപ്പോയി. വൈ ഡിഡ് ദ ബോയ് പൗൺസ് ഓൺ ദ ബോട്ട്, എന്തിനാവൻ ഈ ബോട്ടിലോട്ട് ചാടി വീണത്? എന്തിനായിരിക്കാം? ഹി വാണ്ടഡ് ഡിസ്ട്രോയ് ഇറ്റ്, അതാ കാര്യം അല്ലേ. അവൻ്റെ ഒരു കുസൃതി, അവനതിനെ നശിപ്പിക്കാൻ വന്നതാണ്. വാട്ട് വുഡ് അന്ന ഡു നാഫ്, ഇപ്പം എന്താ ചെയ്തത്? അന്ന റാൻ ഹോം, അവൾ വീട്ടിലേക്ക് ഓടിപ്പോയി. നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം കേട്ടോ. എ സൊല്യൂഷൻ, ഒരു പോംവഴി. അന്നാസ് ഓൺഡ് അരുന്ധതി വാസ് സിറ്റിംഗ് ഇൻ ആൻ ആം ചെയർ, അന്നയുടെ ഓണ്ടിൻ്റെ പേരനായിരുന്നു അരുന്ധതി എന്നാണ്. എവിടെയാണ് ഇരുന്നത്? ഷീ വാസ് സിറ്റിംഗ് ഇൻ ആൻ ആം ചെയർ, ഒരു ആം ചെയറിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ കണ്ടില്ലേ, ആം ചെയർ നീളമുള്ള കൈയൊക്കെ ഉള്ള, അകത്ത് നല്ല സുഖമായിട്ടിരിക്കാൻ പറ്റുന്നൊരു കസേരയാണ് അത് ആം ചെയർ. ആം ചെയറിൻ്റെ ഉള്ളിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അന്നാസ് ഫേസ് വാസ് റെഡ് വിത്ത് ആങ്കർ, അന്നയുടെ മുഖം അങ്ങനെ ചുവന്നിരുന്നു, ദേഷ്യം കൊണ്ടാണ് കേട്ടോ. അന്നാസ് ഫേസ് വാസ് റെഡ് വിത്ത് ആങ്കർ, അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. ഷീ പൗട്ടഡ് ഹെർ ലിപ്സ് ആൻഡ് സെറ്റ്, അവളുടെ ചുണ്ട് നീട്ടിപ്പിടിച്ചു, ദേഷ്യം കൊണ്ടാണ് അല്ലേ. കുട്ടികൾ ദേഷ്യം വരികയും വിതുമ്പാൻ പോവുകയൊക്കെ ചെയ്യുമ്പോഴേ ചെറിയൊന്നല്ല ചുണ്ടൊന്ന് നീട്ടും. അങ്ങനെ ഷീ പൗട്ടഡ് ഹെർ ലിപ്സ് ആൻഡ് സെറ്റ്, ചുണ്ടൊക്കെ നീട്ടിപ്പിടിച്ച് അവൾ പറഞ്ഞു. എന്ത് പറഞ്ഞത്? ദറ്റ് നോട്ടി ബോയ്, ആ വികൃതി ചെറുക്കൻ, അല്ലെങ്കിൽ ആ താന്തോന്നിയായ ചെറുക്കൻ. ഹീ ഓവർടേൺഡ് മൈ ബോട്ട്, അവൻ എൻ്റെ ബോട്ട് മറിച്ചു. ഹി ഓവർടേൺഡ് മൈ ബോട്ട്, അവൻ എൻ്റെ ബോട്ട് മറിച്ചു. ഷീ സെഡ്, അവൾ പറഞ്ഞു. ഡോണ്ട് വറി, ദുഃഖിക്കണ്ട. ഐ വിൽ മേക്ക് അനദർ വൺ ഫോർ യു, ഞാൻ നിനക്ക് വേറൊന്നും ഉണ്ടാക്കി തരാം. ഓൺഡ് അരുന്ധതി ട്രൈ ടു കൺസോൾ ഹെർ, ഓൺഡ് അരുന്ധതി, അമ്മായി ആയിരിക്കുന്ന അരുന്ധതി, ട്രൈ ടു കൺസോൾ ഹെർ, അവളെ കൺസോൾ ചെയ്യാൻ ശ്രമിച്ചു. കൺസോൾ ചെയ്യാന്ന് പറഞ്ഞാൽ സൂത്ത് ചെയ്യുക, ഈസി ചെയ്യുക, അവളെ ഒന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു, അല്ലെ സ്വാതന്ത്ര്യപ്പെടുത്താൻ ശ്രമിച്ചു. അതാ, അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. വാട്ട് ഇഫ് ഹി ടേക്സ് ദാറ്റ് വൺ ടു, അവൻ ആ ഒരെണ്ണം കൂടെ അങ്ങ് എടുത്താലോ? വാട്ട് ഇഫ് ഹി ടേക്സ് ദാറ്റ് വൺ ടു, അവൻ അതുകൂടെ അങ്ങ് എടുത്താലോ? ഓക്കെ ദെൻ ഐ വിൽ മേക്ക് എ ഫ്യൂ മോർ ഫോർ യു, ആയിക്കോട്ടെ, അപ്പം ഞാൻ എന്ത് ചെയ്യാം,
കുറേ എണ്ണം കൂടെ ഉണ്ടാക്കിത്തരാം. ഐ വിൽ മേക്ക് എ ഫ്യൂ മോർ ഫോർ യു. നിനക്ക് വേണ്ടി കുറേ ബോട്ട് കൂടെ ഉണ്ടാക്കിത്തരാം. അപ്പോളേ നമുക്കേ ഒന്ന് രണ്ട് അർത്ഥമൊക്കെ ഒന്ന് നോക്കാമേ. എന്താ ഈ പൗട്ടഡ് എന്ന് പറഞ്ഞാൽ? പൗട്ടഡ് എന്ന് പറഞ്ഞാൽ പിള്ളേർ ദേഷ്യമൊക്കെ വരുമ്പം ചെറിയൊക്കെ നീട്ടിപ്പിടിച്ച് വിതുമ്പാനൊക്കെ പോകുന്ന രീതി ചെറിയൊക്കെ നീട്ടിപ്പിടിച്ച് പറയും. അങ്ങനെ ചെറിയ നല്ല ചുണ്ട് നീട്ടിപ്പിടിച്ച് പറയുന്നതിനാണ് പൗട്ടഡ് എന്ന് പറയുന്നത്. ഷി പൗട്ടഡ് ഹെയർ ലിപ്സ്. അവളുടെ ചുണ്ട് അവളൊന്ന് കുറിപ്പിച്ച് പിടിച്ചു. നോട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസൊബീഡിയൻ്റ് ആണ്, മിസ്ചീവസ് ആണ്, വികൃതി, താന്തോന്നി എന്നൊക്കെ അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? നോട്ടി മീൻസ് മിസ്ചീവസ്, ഡിസൊബീഡിയൻറ്റ്, വികൃതി എന്നൊക്കെ അർത്ഥം. മനസ്സിലായില്ലേ? ദെൻ കൺസോൾ മീൻസ്, കൺസോൾ എന്ന് പറഞ്ഞാൽ എന്താ? സ്വാന്തനിപ്പിക്കുക, സമാശ്വസിപ്പിക്കുക എന്നൊക്കെയാണ്. സൂത്ത് എന്ന് പറയാം, ഈസ് എന്ന് പറയാം, EISE, ഈസ്, SOOTH, സൂത്ത്. മനസ്സിലായില്ലേ? കൺസോൾ എന്ന് പറഞ്ഞാൽ സൂത്ത് ഓർ ഈസ്, സ്വാന്തനിപ്പിക്കുക, സമാധാനിപ്പിക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത പേജിലേക്ക് പോകാം കേട്ടോ. വാട്ട് ഇഫ് ഹീ ടേക്സ് ഓൾ ഓഫ് ദം? അവനതെല്ലാം കൂടെ എടുത്താൽ എന്ത് ചെയ്യും? വാട്ട് ഇഫ് ഹീ ടേക്സ് ഓൾ ഓഫ് ദം? അവയെല്ലാം കൂടെ എടുത്താലോ? നോ, ഹീ വോണ്ട്. അവൻ അങ്ങനെ എടുക്കില്ല. ഐ വിൽ മേക്ക് എ ഫ്യൂ ഫോർ ഹിം ആസ് വെൽ. ഐ വിൽ മേക്ക് എ ഫ്യൂ ഫോർ ഹിം ആസ് വെൽ. അവന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബോട്ട് ഉണ്ടാക്കി തരാമെന്നാണ് പറഞ്ഞത്. ബട്ട് വൈ ഷുഡ് യു മേക്ക് ബോട്ട്സ് ഫോർ ഹിം? പക്ഷേ എന്തിനാ നിങ്ങൾ അവിടുന്ന് ബോട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്? അപ്പോൾ അമ്മായി പറഞ്ഞതായത്, ഹീ സീംസ് ടു ബി എ പുവർ ചൈൽഡ്. അവൻ ഒരു പാവപ്പെട്ട കുട്ടിയാണെന്നാണ് തോന്നുന്നത്. അപ്പോഴേ ആ പെൺകുട്ടി പറഞ്ഞു, ദെൻ വൈ ക്യാൻ ഹീ മേക്ക് ദം ഹിംസെൽഫ്? എന്തുകൊണ്ടാണ് പിന്നെ അവൻ ഒരെണ്ണം സ്വയം ഉണ്ടാക്കാൻ മേലാത്തത്? അതാരാ ചോദിച്ചത്? അത് ചോദിച്ചു പെൺകുട്ടിയാണ്. പെൺകുട്ടി ചോദിച്ചു, വൈ ക്യാൻ ഹീ മേക്ക് ദം ഹിംസെൽഫ്? അവന് സ്വയം ഉണ്ടാക്കാൻ മേലെ? ഹീ ഈസ് സോ ബിഗ്. അവൻ വലിയ കുട്ടിയല്ലേ, ഹീ ഈസ് സോ ബിഗ്. അപ്പോൾ അമ്മായി പറഞ്ഞു, മേ ബി നോ വൺ ഹാസ് ടോട്ട് ഹിം ഹൗ ടു മേക്ക് ബോട്ട്സ്. ഒരുപക്ഷെ ആരും പഠിപ്പിച്ച് കാണില്ല എങ്ങനെ ബോട്ട് ഉണ്ടാക്കാമെന്ന്. വൈ ഡസൻറ്റ് ഹീ ഗോ ടു സ്കൂൾ? അവൻ സ്കൂളിൽ പോകുന്നില്ലേ? ഹീ ഈസ് സോ റൂഡ്. അവൻ റൂഡാണ്. റൂഡ് എന്ന് പറഞ്ഞാൽ എന്നാ? ബാഡ് മാനേർഡ്, ഇംപൊളൈറ്റ് എന്നൊക്കെയാണ്. ബാഡ് മാനേർഡ്, ഇംപൊളൈറ്റ് എന്നൊക്കെയാണ് റൂഡിൻ്റെ അർത്ഥം. അല്ലേ മര്യാദ ഇല്ലാത്തവെന്നും ഒക്കെയാണ് അർത്ഥം. കാർക്കശ്യക്കാരെന്നൊക്കെയാണ്. മനസ്സിലായില്ലേ? റൂഡ് മീൻസ് ബാഡ് മാനേർഡ്, ഇംപൊളൈറ്റ്, മര്യാദ ഇല്ലാത്തവൻ. അതാ. ഓണ്ട് അരുന്ധതി ജസ്റ്റ് സ്മൈൽ. അരുന്ധതി ഒന്ന് ചിരിച്ചതേ ഉള്ളൂ. ഒരു മറുപടി എന്നോണം അരുന്ധതി ഒന്ന് ചിരിച്ചതേ ഉള്ളൂ, ഒന്നും പറഞ്ഞില്ല. ഇതാ പിന്നെ ഒരു ചോദ്യമാണ് കേട്ടോ. വാട്ട് വാസ് ഓണ്ട് അരുന്ധതീസ് റെസ്പോൺസ് വെൻ അന്ന കംപ്ലൈൻഡ് അബൌട്ട് ദ ബോയ്? അന്ന കുട്ടിയെപ്പറ്റി പരാതി പറഞ്ഞപ്പോൾ അരുന്ധതിയുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അതാ ചോദ്യം. അരുന്ധതി പറഞ്ഞോ പോയി വഴക്കുണ്ടാക്കാൻ? ഇല്ലല്ലോ, പറഞ്ഞില്ല. അവനോട് വഴക്ക് പറയാൻ പറഞ്ഞോ? അതുമില്ല. എന്താണ് പിന്നെ ഓണ്ട് പറഞ്ഞത്? ഓണ്ട് പറഞ്ഞത്, ഞാൻ 5-6 ഉണ്ടാക്കിത്തരാം, അവനോട് വേണ്ടിയിട്ട് ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞല്ലേ. ഐ വിൽ മേക്ക് എ ഫ്യൂ ഫോർ ഹിം ടു എന്നാ പറഞ്ഞു. ഓണ്ട് തിരഞ്ഞെടുത്തത് സ്നേഹത്തിൻ്റെ വഴികളാണ്, വഴക്കിൻ്റെയും വിരോധത്തിൻ്റെയും വഴികളല്ല ഓണ്ട് തിരഞ്ഞെടുത്തത്. അതാണ് നന്മയുടെ വഴിയും. അപ്പോൾ ഓണ്ട് തിരഞ്ഞെടുത്തതാണ് നന്മയുടെ വഴി. മനസ്സിലായില്ലേ? മറ്റുള്ള വിരോധവും പാരുഷ്യവും കലഹവും ഒന്നും നന്മയുടെ വഴിയല്ല, അതെല്ലാം തിന്മയുടെ വഴിയാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ടാണ് ഓണ്ട് അങ്ങനെ ഒരു തീരുമാനമെടുത്തത് കേട്ടോ. മനസ്സിലായോ? ദി ബോയ് ഈസ് സോ റൂഡ്. അവൻ വലിയ മര്യാദയില്ലാത്തവനാണ് അല്ലേ, അവനൊരു നിർമര്യാദക്കാരനാണ്. വൈ ഡസ് അന്ന സേസോ? എന്തുകൊണ്ടാണ് അന്യ എന്ന് പറഞ്ഞത്? കാരണം ഇതല്ലേ, ഹി ഓവർടേൺഡ് ഹെയർ ബോട്ട്സ് വിതൗട്ട് എനി റീസൺ. കാരണമൊന്നുമില്ലാതെ ആ ബോട്ടെല്ലാം മറിച്ച് കളഞ്ഞു, അതാ പറഞ്ഞത്. ഓൺ വാണ്ടഡ് ടു മേക്ക് പേപ്പർ ബോട്ട്സ് ഫോർ ദ ബോയ് ടു. ഓണ്ടിന് എന്ത് ചെയ്തു? അവനോട് വേണ്ടിയിട്ട്, ആ ആൺകുട്ടിക്ക് വേണ്ടിയിട്ട് ബോട്ട് ഉണ്ടാക്കി കൊടുത്തു. ഡു യു എഗ്രി വിത്ത് ഹെർ? നിങ്ങൾക്ക് അവരോട് യോജിപ്പുണ്ടോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. നമ്മൾക്ക് അവർ ചെയ്തതിനോട് യോജിക്കാം ഇല്ലേ? എന്തുകൊണ്ടാണ്? ബിക്കോസ്
ഇറ്റ് ഈസ് ദ വേ ഓഫ് ലവ്. അത് സ്നേഹത്തിൻ്റെ വഴികളാണ്. അത് തന്നെയാണ് നന്മയുടെ വഴിയും. അതുകൊണ്ട് നമുക്കതിനോട് യോജിക്കാം അല്ലേ? നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഹെഡിങ് എ ഗുഡ് ഗൈഡൻസ് എന്നാണ്. നല്ലൊരു ഉപദേശം. ഇൻ നോ ടൈം എ ബോട്ട് വാസ് റെഡി. വളരെ പെട്ടെന്ന് തന്നെ അടുത്ത ബോട്ട് റെഡിയായി. അതിന് ഫ്യൂ മോർ, പിന്നെ കുറേ എണ്ണം കൂടെ ഉണ്ടാക്കി. ഫൈനലി അവസാനം ഷി ഗേവ് ഓൾ ബോട്ട്സ് ടു അന്ന. അവസാനം ഈ ബോട്ടെല്ലാം അന്നയ്ക്ക് കൊടുത്തു. ആൻഡ് സെറ്റ്, എന്നിട്ട് പറഞ്ഞു, ഹിയർ ഗോ ആൻഡ് ഹാവ് ഫൺ. പോയി കളിച്ചോളൂ എന്നാണ് പറഞ്ഞത്. പോയി കളിച്ചോളൂ. ഫൺ മീൻസ് തമാശ, കളി എന്നൊക്കെയാണ്. ഫൺ എന്ന് പറഞ്ഞാൽ അമ്യൂസ്മെൻറ്റ്, എൻജോയ്മെൻറ്റ് എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. ക്ലച്ചിങ് ദ ബോട്ട് ടൈറ്റ്ലി. ഈ ബോട്ടൊക്കെ ഇങ്ങനെ മുറുക്ക പിടിച്ചുകൊണ്ടേ അന്ന സ്റ്റാർട്ടഡ് വോക്കിംഗ്. അന്ന നടക്കാൻ തുടങ്ങി. ഹെസിറ്റൻലി, മടിയോടുകൂടിയാണ് നടന്നു പോയത്. മടിച്ചാണ് പോയത്. എന്തുകൊണ്ടാണ്? ആ വികൃതിപ്പയ്യനോടെ കാണും, അവിടെ ചെന്നാൽ ഇത് മുഴുവൻ വീണ്ടും കളയുമോ എന്നൊരു പേടിയുണ്ട്. അതുകൊണ്ടാണ്. അന്ന സ്റ്റാർട്ടഡ് വോക്കിംഗ് ഹെസിറ്റൻലി ടുവേഴ്സ് ദ സ്ട്രീം. അന്ന സ്വല്പം മടിയോടെ അരുവിയുടെ ഭാഗത്തേക്ക് നടന്നു. ദ ബോയ് വാസ് സ്റ്റിൽ ദയർ. ആൺകുട്ടി അവിടെ ഉണ്ട് ഇപ്പോഴും. ഹീ ലുക്ക്ഡ് അറ്റ് ഹെയർ ക്യൂരിയസ്ലി. അവൻ അവളെ വളരെ ജിജ്ഞാസയോടെ നോക്കി. എന്താ ഇനിയിപ്പം അടുത്ത ബോട്ടും കൊണ്ട് വരികയാണ്, അതിടാനാണോ എന്നാ ജിജ്ഞാസയോടെ നോക്കിയത്. അന്ന ടുക്ക് ഔട്ട് ടു നോട്ട് സോ ഗുഡ് ബോട്ട്സ്. അന്ന 2 നോട്ട് സോ ഗുഡ് ബോട്ടാണ് എടുത്ത്, അത്ര തന്നെ നല്ലതല്ലാത്ത ബോട്ട്. അന്ന ടുക്ക് 2 നോട്ട് സോ ഗുഡ് ബോട്ട്സ്. അന്ന അത്ര നല്ലതല്ലാത്ത 2 ബോട്ട് എടുത്തു. ആൻഡ് ഹെൽഡ് ദം ഔട്ട്. അതെടുത്ത് അവൻ്റെ നേരെ നീട്ടിക്കൊടുത്തു. ഹിയർ യു ആർ, ഇതാ എടുത്തോളൂ. ഹീ ഹാൻഡഡ് ദ ബോട്ട്സ് ഓവർ ടു ദ ബോയ് വിത്തൗട്ട് എ ട്രേസ് ഓഫ് സ്മൈൽ. ചിരിയുടെ ഒരു ലാഞ്ചന പോലുമില്ലാതെ അവൾ ആ ബോട്ടുകൾ അവന് കൊടുത്തു. ദി ബോയ് ടുക്ക് ദം. ആൺകുട്ടി അതെടുത്തു. ജസ്റ്റ് സ്റ്റുഡ് ദെയർ ക്വയറ്റ്ലി. ശാന്തമായിട്ട് അവിടെ നിന്നു, ഒന്നും മിണ്ടാതെ. ഹി ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ. അവൻ അറിയില്ലായിരുന്നു എന്ത് പറയണമെന്ന്. എന്തുകൊണ്ടായിരിക്കും അവൻ ഒന്നും മിണ്ടാതെ നിന്നത്, അനങ്ങാതെ നിന്നത്? അവന് നേരത്തെ ചെയ്ത കാര്യത്തെപ്പറ്റി ഓർമ്മ വന്നു. അത് തെറ്റാണെന്ന ബോധ്യം അവന് വന്നു. അതുകൊണ്ടാണ് അവൻ അനങ്ങാതെ നിന്നത് അല്ലേ? അപ്പോൾ അവൾ തിരഞ്ഞെടുത്ത വഴി സ്നേഹത്തിൻ്റെ വഴിയാണ്. അവന് തെറ്റ് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവൻ്റെ തെറ്റ് മനസ്സിലാക്കാൻ ഈ പ്രവൃത്തി കൊണ്ട് സാധിച്ചു. നമുക്ക് 1-2 സിനോണിംസ് നോക്കാം. ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്വൈസ്, ഡയറക്ഷൻ. എന്താ അർത്ഥം? ഉപദേശം. ഗൈഡൻസിൻ്റെ വേറെ വാക്കുകൾ അഡ്വൈസ് എന്നും ഡയറക്ഷൻ എന്നുമാണ്. ഫൺ മീൻസ് അമ്യൂസ്മെൻറ്റ്, എൻജോയ്മെൻ്റ് എന്നൊക്കെയാണ്. അതതിൻ്റെ സിനോനിം. ഫൺ എന്ന് പറഞ്ഞാൽ തമാശയെന്നും കളിയെന്നും പറയാം കേട്ടോ. അതങ്ങനെ അർത്ഥമുണ്ട്. മലയാളത്തിൽ നമ്മൾ പറയുന്നത് കളി, തമാശ എന്നൊക്കെയാണ്. സോ ക്വയറ്റ്ലിയുടെ അർത്ഥം എന്താ? ശാന്തമായി, നിശബ്ദമായി എന്നൊക്കെയാണ്. എൻ്റെ സിനോനിം എന്താണ്? ക്വയറ്റ്ലി മീൻസ് സൈലൻറ്റ്, ശാന്തമായി. മോഷൻലെസ്, അനങ്ങാതെ. അതൊക്കെ ക്വയറ്റ്ലി എന്ന വാക്കിൻ്റെ സിനോനിംസാണ്. സൈലൻറ്റ്, മോഷൻലെസ് എന്നിവ ക്വയറ്റ്ലി എന്ന വാക്കിൻ്റെ സിനോനിംസാണ്. എന്താണ് ഈ സിനോനിംസ് എന്ന് പറഞ്ഞാൽ? പകരം ഉപയോഗിക്കുന്ന വാക്കുകളെന്നർത്ഥം. പര്യായപദങ്ങളെന്നും പറയും മലയാളത്തിൽ കേട്ടോ. നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. എ ട്രൂ ഫ്രണ്ട്ഷിപ്പ്, ഒരു ശരിയായ സൗഹൃദം. അന്ന ജെൻലി ലോഞ്ച്ഡ് ഹെയർ ബോട്ട്. അന്ന സാവധാനം അവളുടെ ബോട്ട് വെള്ളത്തിൽ വെച്ചു. സ്വിഫ്റ്റ്ലി ദ ബോട്ട് സെയിൽഡ് ഡൗൺ ദ സ്ട്രീം. വളരെ പെട്ടെന്ന് ആ ബോട്ട് സെയിൽ ഡൗൺ ദ സ്ട്രീം, അരുവിയിലൂടെ താഴേക്ക് ഒഴുകിപ്പോയി. ദ ബോയ് സ്റ്റുഡ് ദെയർ വാച്ചിങ് ഇറ്റ്. അവനത് അവിടെ നോക്കിക്കൊണ്ട് നിന്നു. ദ ബോയ് സ്റ്റുഡ് ദെയർ, അവിടെ നിന്നു. വാച്ചിങ് ഇറ്റ്, അത് നോക്കിക്കൊണ്ട്. എ ഫെയിൻറ്റ് സ്മൈൽ, ഒരു മങ്ങിയ ചിരി. എ ഫെയിൻറ്റ് സ്മൈൽ മീൻസ് ഒരു മങ്ങിയ ചിരി. അപ്പിയർഡ് ഓൺ ഹിസ് ലിപ്സ്, അവൻ്റെ ചുണ്ടുകളിൽ അപ്പോൾ ചെറിയ ചിരി വിടർന്നു. അന്ന ലുക്ക്ഡ് അറ്റ് ദ ബോയ്. അന്ന ആൺകുട്ടിയെ നോക്കി. ത്രൂ ദ കോർണർ ഓഫ് ഹെർ ഐസ്. എങ്ങനെയാ? അവളുടെ കടക്കണ്ണിലൂടെ നോക്കി. നേരെ നോക്കാൻ മടിയാണ്, അതുകൊണ്ട് അവളുടെ കൺകോണുകളിലൂടെ നോക്കി. സഡൻലി ഷീ സോ ദ ബോട്ട് ഗെറ്റിംഗ് കോട്ട് ഇൻ എ ഹീപ്പ് ഓഫ് മഡ്. പെട്ടെന്ന് അവൾ കണ്ടു. ഷീ സോ ദ ബോട്ട് ഗെറ്റിംഗ് കോട്ട് ഇൻ എ ഹീപ്പ് ഓഫ് മഡ്. ഒരു
ചെളിയുടെ കൂനയിൽ മഡ് ആൻഡ് സ്റ്റോൺസ് ആണ്, ചെളിയുടെയും കല്ലിൻ്റെയും ഒക്കെ കൂനയിൽ പോയി അത് തട്ടി നിൽക്കുന്നു. ഹീ സോ ദ ബോട്ട് ഗെറ്റിംഗ് കോട്ട് ഇൻ എ ഹീപ്പ് ഓഫ് മഡ് ആൻഡ് സ്റ്റോൺസ്. കല്ലിൻ്റെയും ചെളിയുടെയും ഒരു കൂനയിൽ ചെന്നതിങ്ങനെ തട്ടി നിൽക്കുകയാണ്. വാട്ടർ സ്പ്ലാഷ്ഡ് അഗൻസ്റ്റ് ഇറ്റ്. വെള്ളം അതിൻ്റെ നേരെ തെറിക്കുന്നുണ്ട്. വാട്ടർ സ്പ്ലാഷ് അഗൻസ്റ്റ് ഇറ്റ് ആൻഡ് സ്ലോലി ഫ്ലഡഡ് ഇറ്റ്. സാവധാനം അതിൽ വെള്ളം കയറി. ഇൻ എ ഫ്ലാഷ് ദ ബോയ് ജംപ്ഡ് ഇൻ ടു ദ സ്ട്രീം. പെട്ടെന്ന്, ഇൻ എ ഫ്ലാഷ്, വളരെ പെട്ടെന്ന്, ഒരു മിന്നൽ പോലെ. ദ ബോയ് ജംപ്ഡ് ഇൻ ടു ദ സ്ട്രീം. ആൺകുട്ടി ആ അരുവിയിലേക്ക് ചാടി വീണു. ആൻഡ് പുൾഡ്, എന്നിട്ടോ പുൾഡ് ദ ബോട്ട് ഔട്ട് ഓഫ് ദ വാട്ടർ. എന്നിട്ട് പെട്ടെന്ന് അതിനെ വെള്ളത്തിൽ നിന്നെടുത്തു. ഹീ ഗേവ് ടു അന്ന. അത് അവൻ അന്നയ്ക്ക് കൊടുത്തു. ഷീ ടുക്ക് ദ ബോട്ട്. അവൾ ആ ബോട്ട് എടുത്തു. ആൻഡ് സ്മൈൽഡ്, എന്നിട്ട് ചിരിച്ചു. ദ ബോയ് സ്മൈൽ ബാക്ക് പ്ലസൻ്റ്ലി. ആൺകുട്ടി വളരെ സന്തോഷകരമായിട്ട് തിരികെ ചിരിച്ചു. പ്ലസൻ്റ് മീൻസ് സന്തോഷകരമായി, ഡിലൈറ്റ്ഫുൾ, പ്ലീസിങ് എന്നൊക്കെയാണ്. പ്ലസൻ്റ് മീൻസ് ഡിലൈറ്റ്ഫുൾ, പ്ലീസിങ് എന്നൊക്കെയാണ് കേട്ടോ. സന്തോഷകരമായി ചിരിച്ചു ആൺകുട്ടി. ആൻഡ് അന്ന ജെൻലി പ്ലേസ്ഡ് അനദർ ബോട്ട് ഇൻ ദ സ്ട്രീം. അന്ന സാവധാനം അടുത്ത ബോട്ട് ഇട്ടു. ആൻഡ് സെയിൽഡ് സ്വിഫ്റ്റ്ലി. അത് വേഗം ഒഴുകി. ആൻഡ് ഡ്രിഫ്റ്റഡ് പാസ്. മുന്നോട്ടേക്ക് ഒഴുകി അങ്ങ് നീങ്ങി. ഡ്രിഫ്റ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ഒഴുകി പോവുക. സൂൺ ഇറ്റ് വാസ് ഔട്ട് ഓഫ് സൈറ്റ്. പെട്ടെന്ന് അത് കാഴ്ചയിൽ നിന്ന് മറഞ്ഞു. അന്ന ആൻഡ് ദ ബോയ് ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ. അന്നയും ആൺകുട്ടിയും അന്യോന്യം നോക്കി. ആൻഡ് സ്മൈൽഡ്, എന്നിട്ട് ചിരിച്ചു. നമുക്ക് ഒന്ന് രണ്ട് വാക്കുകളുടെ അർത്ഥം ഒന്ന് നോക്കാമേ. സ്പ്ലാഷ് മീൻസ് ഷവർ, സ്പ്രേ എന്നൊക്കെയാണ്. വെള്ളം ചിതറിത്തെറിക്കുന്നതിനാണ് സ്പ്ലാഷ് എന്ന് പറയുന്നത്. ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ FLASH. ഫ്ലാഷ് മീൻസ് മൂവ് സ്വിഫ്റ്റ്ലി, വേഗത്തിൽ പോവുക. ഫ്ലാഷ് മൂവ് സ്വിഫ്റ്റ്ലി ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ. ഏതെങ്കിലും ഒരു പ്രത്യേക ഡയറക്ഷനിൽ വേഗത്തിൽ പോകുന്നതിനാണ് ഫ്ലാഷ് എന്ന് പറയുന്നത്. പ്ലസൻ്റ്ലി എന്ന് പറഞ്ഞാൽ സന്തോഷകരമായിട്ട്. പ്ലസൻ്റ്ലി മീൻസ് ഡിലൈറ്റ്ഫുള്ളി, പ്ലീസിങ് എന്നൊക്കെയാണ്. മനസ്സിലായോ? അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.